എൻ്റെ ജീവിതത്തിലെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ പലയിടത്ത് പോയി കർത്താവിൻ്റെ വചനം പറയാൻ ദൈവം എനിക്ക് ഒരു ഭാഗ്യമൊരുക്കി. അത് ദൈവവചനം കൂടുതൽ അറിയാമെന്നത് കൊണ്ടല്ല, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ദൈവം ഓരോരുത്തരെ ഓരോ ശുശ്രൂഷയ്ക്കാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ മേലുള്ള കർത്താവിൻ്റെ വിളിയും നിയോഗവും ദൈവവചനം പലയിടത്ത് പോയി പറയുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എൻ്റെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ അനേക തവണകൾ അനേക അതിനിപ്പോൾ 1, 2, 10 ഒന്നുമല്ല, ഞാൻ ഈ സദസ്സുകളിൽ പോയി ഇരിക്കുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് ചെന്ന കാര്യത്തിൻ്റെ ഒരു കൺഫർമേഷൻ എനിക്ക് കിട്ടും. ഒന്നിൽ അവിടെ ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ആയിരിക്കും അത് സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നത്, അല്ലെ ചിലപ്പോൾ പാട്ടിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ആരോ പ്രബോധിപ്പിച്ചു സാക്ഷ്യം പറയുന്നതായിരിക്കും. ഞാനിങ്ങനെ സെൻസിറ്റീവായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ അങ്ങ് ഉറപ്പാകും ഇതാണ് പറയേണ്ടത് എന്ന്. ഇതുപോലൊരു സന്ദർഭമാണ് ഇന്ന് ഉള്ളത്. വാസ്തവത്തിൽ എൻ്റെ പ്രിപ്പറേഷൻ വലുതായിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ അറിയിക്കാൻ പോകുന്ന സന്ദേശം ദൈവത്തിന് നമ്മളോട് എല്ലാവരോടും സംസാരിക്കാൻ ഉള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. തിരുവല്ലയിൽ ബൈബിൾ സ്റ്റഡിയിൽ നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകം 2, 3 ഈ അധ്യായങ്ങളിലെ 7 സഭകളോടുള്ള ദൂതാണ് അവിടെ സംസാരിക്കുന്നത്. അങ്ങനെ എഫെസോസ് സഭയെക്കുറിച്ചുള്ള ദൂത് അവിടെ ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് സംസാരിച്ചു കഴിഞ്ഞ് പ്രസംഗിയായിരിക്കുന്ന എന്നോട് കർത്താവ് വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ടു. ഞാൻ അതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചു. എപ്പോഴും നമ്മൾ ഓർക്കണം, ഒരു പ്രസംഗി പറയുമ്പോൾ ആ ദൈവാലോചന പ്രസംഗിയോട് ഇടപെടണം. ആദ്യം ഇടപെട്ട് അദ്ദേഹത്തിൽ വന്ന ആ മാറ്റത്തിൽ നിന്നും അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടു എന്നുള്ള ഉറപ്പിൻ്റെ ഒരു ഓവർഫ്ലോ ആണ് വാസ്തവത്തിൽ ഈ മെസ്സേജുകൾ. അങ്ങനെയാണ് മെസ്സേജ് പറയേണ്ടതും. അപ്പോൾ അവിടെ ഇതെടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്കിന്ന് വേറെ ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ദീർഘ പ്രാർത്ഥന ചില ആഴ്ചകളുടെ ഉണ്ടായിരുന്നു. അതിൽ വേറെ 1, 2 കാര്യങ്ങൾ കർത്താവ് എന്നോട് ഇടപെട്ടത് എനിക്കിവിടെ പറയണമെന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ ചർച്ചിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ സഭായോഗങ്ങളിൽ റോമാലേഖനമാണ് എൻ്റെ എപ്പോഴും ഉള്ളിലിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യണമെന്ന്, അതിലേക്ക് എനിക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഹെക്റ്റിക്കായ എൻ്റെ സ്കെഡ്യൂള് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയാത്തതാണ്. ഇന്ന് രാവിലെ ഞാൻ ഇപ്പം വണ്ടി ഓടിക്കുന്ന കാര്യവും വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയം തോന്നും. അങ്ങനെ ഒരു സ്കെഡ്യൂളിൽ ഞാൻ നിൽക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞാൻ ഓരോ ഇടങ്ങളിൽ പോയി. ഇപ്പോൾ പുതിയ ഒരിടത്ത് പ്രാവങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ബൈബിൾ സ്റ്റഡി തുടങ്ങുകയാണ്. മറ്റ് ചില ഇടങ്ങളിലും ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും വേണ്ടേ? മാത്രമല്ല ഈ സ്ഥലങ്ങളിലെല്ലാം പോകണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് ഞാൻ ഈ മറ്റ് ചില വിഷയങ്ങൾ ഇവിടെ എടുക്കണം. കാരണം അത് നിങ്ങൾ അറിയേണ്ടതാണ്, എന്നോട് ഇടപെട്ടതാണ് കർത്താവ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് ചിന്തകളിൽ ഇരിക്കുകയായിരുന്നു. മാനുഷികമായിട്ട് ഞാൻ ചിന്തിച്ചു, തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് എനിക്ക് ഒരു സന്ദേശം പറയണം എന്നുള്ളത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ ഡയറക്റ്റ് ചെയ്തത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്കാണ്. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സഹോദരൻ ബേബിച്ചൻ ആ ദൈവസ്നേഹത്തെക്കുറിച്ച് ഉള്ള പാട്ട് പാടി സ്തോത്രം ചെയ്യുന്നത്, ഞാനും അതിനകത്ത് അവസാനം പങ്കാളിയായി. സന്ദേശം നമ്മൾ ശ്രദ്ധിക്കുക. എനിക്ക് എത്രമാത്രം ഈ സന്ദേശം ത്തിനൊരു ജസ്റ്റിഫൈഡായിട്ട് പറയാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമില്ല. എങ്കിലും നമുക്കത് ചിന്തിക്കണം. ഞാൻ അതുകൊണ്ട് ഒരുപാട് ആമുഖമായി വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ തീരത്തില്ല.
ഈ 7 വാക്യങ്ങൾ തന്നെ 1 2 ചിലപ്പോൾ അതിൽ കൂടുതലോ സെഷൻസ് വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു സെഷനിൽ സംക്ഷിപ്തമായി, പ്രത്യേകിച്ച് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പം ഞാൻ വളരെ ശാന്തമായിട്ടായി പറയുന്നത്. ധൃതി വെച്ച് പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ല. ശാന്തമായിട്ട് പറയുന്നത് നമുക്കിത് മനസ്സിലാകണം. മനസ്സിലായിട്ടാണ് നമ്മൾ വേണ്ട തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ, നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് ആമുഖമായിട്ട് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ് ശരിക്കും ഈ പുസ്തകത്തിൻ്റെ ഒരു വിഭജനം മനസ്സിലാക്കാൻ നാം ഉൾക്കൊള്ളേണ്ട വാക്യം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്ന് ആ വചനത്തിൽ നമ്മൾ കാണുന്നു. നീ കണ്ടതും എന്ന് പറയുമ്പോൾ ആ 1-ാം അധ്യായം, അതായത് 1-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ ആണ് ആ വിഷയം കണ്ടത്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3-ന്റെ 22 വരെ ഇപ്പോൾ ഉള്ളതും, അതായത് യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ അതിൻ്റെ 22-ാം അധ്യായം വരെ ഇനിയും സംഭവിക്കാനിരിക്കുന്നത് എസ്കറ്റോളജിയാണ്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് സംബന്ധിച്ചാണ് ബുധനാഴ്ചകളിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി കർത്താവിൻ്റെ ദാസൻ ജോൺ തോമസ് എടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ്. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വളരെ കൃത്യമായിട്ട് വെളിപ്പാടുകാരനായ യോഹന്നാന് ഇതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ, കർത്താവിനെ ആഴമായി സ്നേഹിച്ച ശിഷ്യൻ പുതിയ നിയമത്തിന് 5 പുസ്തകങ്ങളാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം, 1, 2, 3 ലേഖനങ്ങൾ, അതുപോലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. എഫെസോസ് സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ ഒന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. അക്ഷരാർത്ഥത്തിൽ അക്ഷരീകമായുള്ള 7 സഭകൾ, അല്ലാതെ ഇത് ഉപമയൊന്നും പറയുകയല്ല. ഏഷ്യ മൈനറിലുള്ള 7 സഭകൾ. ഏഷ്യ മൈനർ എന്നും കേൾക്കുമ്പോൾ അതെവിടെയാ? ഇന്നത്തെ ടർക്കി എന്ന് പറയുന്ന ദേശം. ആ 9 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ
കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരിക്കുന്നു. നാട് കടത്തപ്പെട്ടവനായി he is in the island of Patmos suffering because he spoke the word of God. 10-ാം വാക്യം, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അർത്ഥം, പരിശുദ്ധാത്മാവ് മുഴു നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെ മേൽ എടുത്തു. 11-ാം വാക്യം, നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർണ, പെർഗമസ്, തുയത്തര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത് ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. അപ്പോൾ 7 സഭകളാണ്. 4-ാം വാക്യം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, to the 7 churches in the province of Asia. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രസന്റ്ലി ഇറ്റ് ഈസ് ഇൻ ടർക്കി എന്നാണ് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ 7 കത്തുകൾ, ഇത് എഫെസോസ് സഭയുള്ള ദൂതാണ്. അപ്പോൾ തന്നെ ആ 1-ാം നൂറ്റാണ്ടിലുള്ള എല്ലാ സഭകളോടുമുള്ള ദൂതാണ്. അപ്പോൾ തന്നെ ലോകവ്യാപകമായി എല്ലാ കാലഘട്ടത്തിലുമുള്ള സഭകളോടുള്ള ദൂതാണ്. സഭകളെ യൂണിറ്റായിട്ട് നിങ്ങൾ എടുത്തോ. എന്നാൽ സഭയെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഓരോ വിശ്വാസിയും അത് ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളോട് ഇത് വ്യക്തിപരമായിട്ടുള്ള ദൂതാണ്. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയോടുള്ള ദൂതായിട്ടാണ് നമ്മൾ ഇത് പരിഗണിക്കേണ്ടത്. ഇനി നമുക്ക് ആ 1-ാം വാക്യത്തിലേക്ക് പോകാം. ആമുഖം അത്രയും പറഞ്ഞാൽ മതി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പരിമിതമായ സമയത്തിൽ നമുക്കിത് നിർത്താൻ സാധ്യമായി വരികയില്ല. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇപ്പൊ എഫെസോസിലെ സഭ എന്ന് പറയുമ്പോൾ എഫെസോസ് ഒരു പട്ടണമാണ്. ആ പട്ടണത്തിലാണ് ഈ സഭ. ഈ പട്ടണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏഷ്യ മൈനറിലെ ഒരു സിറ്റിയാണ്. രാഷ്ട്രീയപരമായി വളരെ പ്രാധാന്യതയുള്ള ഒരു പട്ടണമായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയപരമായി മാത്രമല്ല, ലോകവ്യാപകമായി ആ പട്ടണത്തെ അറിയുന്നത് അവരുടെ മതപരവും സാംസ്കാരികവും അതോടൊപ്പം തന്നെ അവരുടെ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരെ അറിയുന്നത്. അല്ലാതെ ഇതേതോ കോണിലൊരു ഗ്രാമത്തിൽ എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ലോക പ്രശസ്തിയുള്ള ഒരു സിറ്റിയാണ് ദ സിറ്റി ഓഫ് എഫെസസ്. ഇവിടെയുള്ള ദൈവമക്കൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 19, 20 ഈ അധ്യായങ്ങളിലൊക്കെ ഈ പട്ടണത്തിലാണ് ഡയാന എന്ന പേരുള്ള ഒരു ഗോഡസിൻ്റെ ടെമ്പിൾ ഉള്ളത്. വളരെ മ്ലേച്ഛതയുള്ള ഒരു രീതിയായിരുന്നു ഈ ഒരു ഗോഡസിൻ്റെ ടെമ്പിളിൽ നടന്നുകൊണ്ടിരുന്നത്. അസാൻമാർഗികമായ കാര്യങ്ങൾ, ലൈംഗിക പാപങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എഫെസോസിലെ ഈ പ്രത്യേക ഈ ടെമ്പിള് ആ കാലഘട്ടത്തിലെ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ധാർമ്മികമായി അധപ്പതിച്ച ഒരു സ്ഥലത്താണ് അപ്പോസ്തലനായ പൗലോസ് ചെന്ന് വചനം പറഞ്ഞ് ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത്. ഒരുപക്ഷെങ്കിൽ പൗലോസിന്റെ സഹപ്രവർത്തകരായ അക്വില, പ്രിസ്കില അവിടെ ആദ്യം വചനം പറഞ്ഞു എന്ന്
നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും വചനത്തിൽ നിന്ന്. പൗലോസാണ് അവരെ അവിടെ ആക്കിയത്. അവർ വചനത്തെയും സുവിശേഷത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ പൗലോസിൻ്റെ 3ാം മിഷണറി യാത്രയിലാണ് അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെടുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തി 19:1, 19:10 വാക്യം, 20:31 ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 20:31 അദ്ദേഹം 3 വർഷം ദൈവവചനോട് ശുശ്രൂഷിച്ചു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അധികം പോൾ മിനിസ്റ്റർ ചെയ്ത വർഷദൈർഘ്യം നോക്കിയാൽ ഇറ്റ് ഈസ് ദി സിറ്റി ഓഫ് എഫസസ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അക്വില, പ്രിസ്കില്ല അവിടെ ശുശ്രൂഷിച്ചു. സഭയിലല്ല, സഭ ഉടലെടുക്കുന്നതിന് മുൻപ് തന്നെ. അതുപോലെ അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു ശക്തനായ പ്രസംഗി അവിടെ ശുശ്രൂഷിച്ചിരുന്നു. പിന്നീട് കർത്താവിൻ്റെ ദാസൻ തിമോത്തി, പൗലോസിന്റെ നിജപുത്രനായ തിമോത്തി അവിടെ ശുശ്രൂഷിച്ചിരുന്നു. പാരമ്പര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന അപ്പോസ്തലനായ യോഹന്നാനും അവിടെ ഒരു മൂപ്പനായിരുന്നു എന്നതാണ്. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എഫെസോസ് സഭ, അതിനാണ് ഞാൻ എഫെസോസ് പട്ടണവും സഭയും ഒന്ന് പരിചയപ്പെട്ടത്. സഭയുടെ ദൂതൻ എഴുതുക എന്നൊരു പ്രയോഗം അവിടെ ഞാൻ അധികം നിൽക്കുന്നില്ല. ആ ദൂതൻ എന്ന വാക്ക് നമുക്ക് പലപ്പോഴും മാലാഖ എന്നാണ് തിരിയുന്നത്. എന്നാൽ ദൂതൻ എന്ന വാക്കിന് മെസ്സഞ്ചർ എന്ന ഒരർത്ഥമുണ്ട്. വേണമെങ്കിൽ മർക്കോസ് 1:2 യോഹന്നാൻ സ്നാപകനോടുള്ള ബന്ധത്തിൽ, ഞാൻ നിനക്ക് മുൻപായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന് മുന്നോടിയായി ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ അയക്കുന്ന ഒരു ദൂതാണ്. അപ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റ് മാലാഖയല്ല, മെസ്സഞ്ചർ who is going before the Lord എന്നതുപോലെ ആണ് നമ്മൾ ഈ ദൂതൻ എന്ന വാക്ക് മനസ്സിലാക്കേണ്ടത്. മെസ്സഞ്ചർ. തെളിച്ച് പറഞ്ഞാൽ സഭയിലെ നേതൃത്വത്തോടാണ് സംസാരിക്കുന്നത്. അല്പം കൂടെ ഒരു ക്ലാരിറ്റി വരാൻ, സഭയ്ക്ക് ഉത്തരവാദിത്വമുള്ള പാസ്റ്ററോടാണ് ഇവിടെ ഈ കത്ത്, ഈ ദൂത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് ആ വാക്യം പറയുന്നത്, ഇതാരാണ് സംസാരിക്കുന്നത്? 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്തു. ഈ 7 സഭകളോടുള്ള ദൂത് നിങ്ങൾ പരിശോധിച്ചാൽ, ഓരോ സഭകളോടും കർത്താവ് അരുളി ചെയ്യുമ്പോൾ കർത്താവിനെ വിശേഷിപ്പിക്കുന്ന ടൈറ്റിലുകളുണ്ട്. അത് 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ 12 മുതൽ ഉള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ, യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ വലിയ ഗ്ലോറിയിലൊന്ന് കാണുന്നുണ്ട്. അവിടെ വിശേഷിപ്പിക്കുന്ന ടൈറ്റിലുകളാണ് വാസ്തവത്തിൽ ഓരോ സഭയോടുള്ള ബന്ധത്തിൽ എടുത്തു പറയുന്നത്. ഇവിടെ പറയുന്നു, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. എന്താണ് ഈ 7 നക്ഷത്രം? അതിന് നമ്മൾ വേറെ എങ്ങും പോകണ്ട. 20-ാം വാക്യം ഒന്ന് പരസ്യമായിട്ട് വായിച്ച് 2 കാര്യത്തിൻ്റെ വ്യാഖ്യാനം അവിടെ തന്നെയുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം എന്താണ്? 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. വാഷർമാരാണ്, അല്ലെ, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. ഒരു വ്യാഖ്യാനവും വേണ്ട. പൊൻനിലവിളക്കുകൾ ചർച്ചസ് ആണ്. കർത്താവ് കയ്യിൽ പിടിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കർത്താവിൻ്റെ കരത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് കർത്താവിൻ്റെ അധികാരമാണ് നമ്മൾ കാണുന്നത്. സഭ പാസ്റ്ററുടേതല്ല, സഭ ഒരു ഡിനോമിനേഷൻ്റെതല്ല, സഭ കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ അധികാരമാണ് ദൈവസഭയിൽ. അവിടുത്തെ സാന്നിധ്യവും കാണുവാൻ കഴിയും.
പൊന്നിളവിളക്കളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. ഞെട്ടണമെന്ന് പകൽ നമ്മൾ. ജീസസ് ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് ചർച്ച്. പാട്ട് പാടിയപ്പോൾ നമ്മൾ ഇത് ഓർത്തോ? പ്രസംഗം കേൾക്കുമ്പോൾ ഓർത്തോ? അല്ലാതെ ഇതൊരു ഡിനോമിനേഷനിലോ ഇതൊരു പള്ളിയിൽ പോയി ഞായറാഴ്ച തന്നെ പോയില്ലെങ്കിൽ ഇനിയും വല്ല പ്രശ്നമുണ്ടോ? അതല്ല പരിപാടി. ജെനുവിൻ റിയൽ ചർച്ച് ആണെങ്കിൽ ജീസസ് ഇസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ചർച്ച്. ദാറ്റ്സ് ഓസം. അപ്പൊ ഈ പ്രയോഗങ്ങൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീസസ് ഇസ് സെൻട്രൽ ടു ദ ചർച്ച് ആണോ? ആണെങ്കിൽ സഭ അത് റെക്കഗ്നൈസ് ചെയ്യണം. ദാറ്റ് ജീസസ് ഈസ് ദ സെന്റർ ഓഫ് ഓൾ അറ്റൻഷൻ. അല്ലാതെ ഇവിടെ വേറെ ആരുമല്ല, ഇവിടുത്തെ ഒരു മൂപ്പനുമല്ല. ജീസസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ജീസസ്. വർഷിപ്പ് ഇസ് അബൌട്ട് ജീസസ്. പ്രീച്ചിങ് ഇസ് അബൌട്ട് ജീസസ്. എന്താണെങ്കിലും ജീസസ്. അല്ലാതെ ഇവിടെ ആള് കേമനാകാനല്ല. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട്, ഹോൾഡ് എന്ന വാക്കാണ്. ഹോൾഡ് വളരെ എംഫാറ്റിക് ആയിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ സെക്യൂറായിട്ട് അവിടുത്തെ കയ്യിലാണെന്ന് മൂപ്പന്മാർ. പിന്നെയും ഞാൻ ആവർത്തിച്ച് പറയാം, ചർച്ചിന്റെ മൂപ്പന്മാരെ നിലനിർത്തുന്നത് പ്രസ്ഥാനമല്ല, നിങ്ങളാരുമല്ല. ഇറ്റ്സ് ഗോഡ്. യേശുവിന്റെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് എന്താ? യേശുവാണ് സകലതും. അവിടുത്തെ അധികാരം, സർവാധിപത്യം. ദിസ് ഇസ് ദ ലോർഡ്സ് ചർച്ച്. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 2-ാം വാക്യം, 3-ാം വാക്യം, 6-ാം വാക്യം, ഈ 3 വാക്യങ്ങളിൽ ദൂത് പറയുമ്പോൾ അഭിനന്ദനമാണ് പറയുന്നത്. ആ സഭ ഒരു ആഭാര സഭയാണ്. എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അവഗണിക്കുന്നവനല്ല കർത്താവ്. വളരെ കൃത്യമായിട്ട് കർത്താവിന് കാര്യങ്ങൾ അറിയാം. ആൻഡ് ഹി അപ്രീഷിയേറ്റ്സ് ദ ചർച്ച് എന്ന് പറയുമ്പോൾ ഹി അപ്രീഷിയേറ്റ്സ് ഈച്ച് വൺ ഇൻഡിവിജ്വലി and the church as a unit when we are aligned to the word of God. നോക്കിയ 2 വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞാൽ ഞാൻ അറിയുന്നു. 6-ാം വാക്യം ഞാൻ പിന്നീട് വായിക്കാം. അപ്പൊ കർത്താവ് ഈ കത്തിന്റെ തുടക്കത്തിൽ ആരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു, ആരാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് ഇവരെ അഭിനന്ദിക്കുകയാണ്. വളരെ വിശ്വസ്തയോടെ ഇവർ കുറെ കാര്യങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്തു. അത് അവര് അഭിനന്ദിക്കുകയാണ്. അങ്ങനെ അഭിനന്ദിച്ച് കഴിഞ്ഞിട്ടാണ് 4-ാം വാക്യത്തിൽ ശക്തമായ താക്കീത് കൊടുക്കുന്നത്. ശരിക്കും ഇങ്ങനെയാ ദൂത് പറയുമ്പോൾ അവരുടെ അസലായിട്ട് അവര് ദൈവനാമത്തിന് വേണ്ടി ചെയ്തത് ഓർമ്മപ്പെടുത്തി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് യു ഹാവ് എ പ്രോബ്ലം. ഇങ്ങനെയാണ് ദൂത് പറയേണ്ടത്. അപ്പൊ അതിന്റെ തുടക്കം ഞാൻ നിന്റെ പ്രവൃത്തിയും എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും അതവിടെ നിൽക്കട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തിയും. എന്നിട്ട് 3-ാം വാക്യത്തിന്റെ അവസാനം അറിയുന്നു, ഞാൻ അറിയുന്നു. അവിടെ പ്രവൃത്തി, ഐ നോ യുവർ വർക്ക്സ്, യുവർ ഡീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ടേം ആണ്. ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളെ എല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പദപ്രയോഗമാണ് ഞാൻ നിന്റെ പ്രവൃത്തിയും അറിയുന്നു എന്നുള്ള ആ പ്രയോഗം.
അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ, നമ്മൾ ഒന്നും കൂടുതൽ അങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, ഞാൻ അങ്ങനെ. ദൈവസഭയുടെ നടുവിലുണ്ട്, അവിടുത്തേക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഹി നോസ് എക്സാക്ട്ലി വാട്ട് വി ഹാവ് ഡൺ. നമ്മളിവിടെ നമ്മുടെ പ്രൊഫൈലൊന്നും എഴുതി വലിയ സംഭവമൊന്നും ആക്കണ്ട, ഞാൻ ഏതാണ്ടാണെന്ന്. നോ, അതൊന്നും ദൈവസന്നിധിയിൽ വില പോകത്തില്ല. ഹി നോസ് വാട്ട് വി ആർ. അവിടത്തേക്കൊന്നും മിസ്റ്ററി അല്ല. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞിരിക്കുന്ന, പാത്തിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാതെ ഇരിക്കുന്ന പാപവും അവിടുന്ന് കാണുന്നു. Oh, you can come here and fool the whole people. പാസ്റ്റർമാരെല്ലാം ഫൂൾ ചെയ്യാം. Oh, the pastor is so dumb. Maybe you can't fool God. അതാണ് പ്രശ്നം. അതാണ് ന്യൂ ടെസ്റ്റമെന്റ് സഭ. He is in the midst of the church. ഇത് നാം ഭയപ്പെടണം. എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും നമുക്കൊരു മുന്നേറ്റമില്ലല്ലോ? നമുക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ പേരൊന്നും എടുത്ത് പറയുന്നില്ല. എന്തുകൊണ്ടാണ്? why can't we move forward in life? രഹസ്യ പാപങ്ങൾ അറിയാമെന്ന ഒരുവൻ, നാം ചെയ്യുന്നതും പറഞ്ഞതും ചിന്തിച്ചതും സകലതും അറിയാമെന്ന ഒരുവനാണ് ഈ സഭയുടെ നടുവിൽ നടക്കുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. സഭാസ്ഥാപനം തൊട്ട് ഐ എം ടോക്കിംഗ് ടു ന്യൂ ലൈഫ്. ഒച്ച വെച്ച് പാട്ടുപാടിയാലൊന്നും ഇത് പോകത്തില്ല. തിരുത്തു പ്രിയരെ, അതാണ് ചർച്ച്. ഞാനിത് ഉള്ള കാര്യം നിങ്ങളോട് പറയുകയാണ്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് വേറൊരു കാര്യം. നിങ്ങൾ വിമർശിച്ചാലും ഇല്ലെങ്കിലും ആത്മാവിന് ഈ സഭയോട് പറയാനുണ്ട്, ഓരോ വ്യക്തിയോടും പറയാനുണ്ട്. ഒരു കറപ്ഷനും ഒരു പാപവും സഭയിലുള്ളത് ദൈവസന്നിധിയിൽ മറവല്ല. ഇന്നും നമ്മളോട് കർത്താവിന് ഇതാണ് പറയാനുള്ളത്. വ്യക്തിപരമായും സഭയായിട്ടും പറയാനുള്ളത്, കുടുംബത്തോട് പറയാനുള്ളത്. അറിയാം, God knows every motive of our heart, every attitude of our heart. ലോകത്തിലെ ഒരു കമ്പ്യൂട്ടറിനും അത് പിടിക്കാനൊക്കത്തില്ല. അങ്ങനെയുള്ള ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, it is his church and he is there. മനസ്സിലാക്ക്, ദൈവവുമായിട്ട് രമ്യതപ്പെട. അല്ലാതെ ഉരുട്ടിപ്പരട്ടി പോയാൽ ഒരു നാമധേയ പെന്തിക്കോസ്തുകാരനായി നീ നിൽക്കും. ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാകത്തില്ല. Be a true Pentecostal person. ഇത് സകലതും അറിയാമെന്ന കർത്താവിന് അവർ ചെയ്ത കൃത്യമായ നല്ല കാര്യങ്ങളും അറിയാം. അത് എടുത്തു പറഞ്ഞ് അവരെ ശ്ലാഘിക്കുകയാണ്. He is appreciating them. നോക്കിയ വാക്യം ഒന്നുകൂടെ, ഞാൻ നിന്റെ പ്രവൃത്തിയും, അടുത്തത് ആ പ്രവൃത്തിയിലൊന്ന് പ്രയത്നവും, the toil. ഇതിനാണ് ആദ്യം എഫേസോസുകാരെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പ്രയത്നവും എന്ന് പറഞ്ഞ സഭയിലെ വിശ്വാസികളെല്ലാം കട്ടിപ്പണി ചെയ്യുന്നവരായിരുന്നു എഫേസോസ് സഭയിൽ. ആ വാക്കുണ്ടല്ലോ, പ്രയത്നം എന്ന വാക്ക്, ശരിക്കും അതിൻ്റെ മൂലഭാഷയുടെ അർത്ഥം അവര് വേർത്ത് ശക്തിയില്ലാതെ വണ്ണം ലേബർ പണി ചെയ്തവരാണെന്ന്, ക്രിസ്തുവിന് വേണ്ടി. അതാ സഭ. ആൻഡ് ഹി നോസ് ദാറ്റ്. അയ്യോ, ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ആരും എൻ്റെ കാര്യം നോട്ട് ചെയ്തില്ലല്ലോ, എന്നെ പാസ്റ്റർ പുൾപിറ്റിൽ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്തല്ലോ. There is the Lord who knows your work. അതെത്ര ആശ്വാസം തരുന്നതല്ലേ. സ്തോത്രം. ഞാൻ ഒരു കാര്യം, എൻ്റെ ദുഃഖം, എൻ്റെ സങ്കടം, എൻ്റെ നൊമ്പരം കൊണ്ട് പറയാം. ഇന്നത്തെ ഈ മെസ്സേജ് കഴിഞ്ഞ് ചിലർ ബ്രോക്കൺ ആകും, ചിലർ അനുഗ്രഹിക്കപ്പെടും.
കാരണം ആ അലക്ഷ്യ മനോഭാവത്തോടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ദിസ് വിൽ കം ലൈക്ക് എ ഹാമർ ഓൺ യു. കുറെ നാളുകളായിട്ട് ഇതിനകത്ത് കളിക്കുന്ന പുള്ളികളുണ്ട്. എന്താ ഓർത്തത്? പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ വന്ന് കളിച്ചേച്ച് പോകാമെന്നാന്നു? നോ 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 നോ. ഇന്ന് മാനസാന്തരപ്പെട്ടോണം, ഈ ദൂത് കേട്ടോണ്ട് പോക്കോണം. ലേബർ, അവർ കർത്താവിന് വേണ്ടി വളരെ ശക്തമായി പ്രയത്നിച്ച ഒരു സംഘം. വില കൊടുത്തവർ ചെയ്തു. അത് ശാരീരികമായി, മാനസികമായി, വൈകാരികമായി എന്തൊക്കെ അവർക്ക് ചെയ്യാനൊക്കുമോ അത് മുഴുവനും ചെയ്തു. വളരെ ഡിലിജന്റായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയത്നിച്ച ആളുകൾ. ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു. പ്രയത്നം അതറിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ചുമ്മാ വന്ന കസേരയിൽ ഇരുന്നേച്ച് പോകാൻ വന്നവരല്ല ഇതിനകത്തെ വിശ്വാസി. അവര് വന്നത് കഠിനമായ എഫർട്ട് ഇടാനാണ്. ചുമ്മാ വന്ന് ഏതെങ്കിലും രണ്ട് കാര്യം കേട്ട് വിമർശിച്ച് ഒരു കമന്റും പറഞ്ഞ് അതിന് വന്നാൽ ഇവർ ഉറങ്ങാൻ വന്നവരല്ല. എടാ, വീട്ടിൽ പോയി കിടന്നുറങ്ങണം. മനസ്സിലായോ? ആരോടാ പറഞ്ഞു? ഇവിടെ 1, 2, 3 പേര് കൂടുതൽ അശ്രദ്ധരായിരിക്കുന്നവരുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരല്ല ഇവര് പണി ചെയ്യുന്നവരാ സഭയ്ക്ക് വേണ്ടി. അതും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്ര അന്ധകാരം പിടിച്ച അവരുടെ ആ ചുറ്റുവട്ടത്ത്, നാട്ടില് അർത്തിമീസ് ദേവിയുടെ ആലയമുള്ള ആ സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ മ്ലേച്ഛതയിൽ പിടിക്കപ്പെട്ട ഇടത്ത് കർത്താവിന് വേണ്ടി സ്റ്റാൻഡ് എടുത്ത ഒരു സഭ. They stood for the truth. അവർ പ്രയത്നിച്ചു അതിനു വേണ്ടി. They did hard work, labor work. They toiled for the Lord. അത് അറിയാമെന്ന ഒരു കർത്താവാണ് സഭയിൽ. സ്തോത്രം. ഈ പശ്ചാത്തലത്തിൽ അവർ പിടിച്ചു നിന്നു. പിടിച്ചു നിൽക്കുക മാത്രമാണോ? ശക്തമായ നിലയിൽ സുവിശേഷീകരണം ചെയ്തു. എഫെസോസ് സഭ പ്രയത്നമാണത്. ഇന്റർസെസറി പ്രേയറിന് കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. മഴയായാ വരത്തില്ല, മഴ ഇല്ലല്ലോ അതും വരത്തില്ല. പിന്നെ ഏത് കാലാവസ്ഥയാണ് വേണ്ടത്? ഇറങ്ങുമ്പോൾ അരുത്, കയറുമ്പോൾ ആകണം. ദിസ് ഇസ് നോട്ട് എഫെസോസ് ചർച്ച്. മാത്രമല്ല അവര് അവിടെ വരുന്ന വിശുദ്ധന്മാർക്ക് പ്രബോധനം നൽകി അവരെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നടത്തിയവരാണ്. അതുപോലെ ദൈവസഭയിൽ വരുന്ന ആവശ്യക്കാർക്ക് കരം നീട്ടിയവരാണ്. അവർ പ്രയത്നിച്ചു. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ഈവൻ പ്രൊവൈഡിങ് ഫ്രം ദെയർ സേവിങ്സ്. അങ്ങനെ ചർച്ച്, അങ്ങനെയുള്ള വിശ്വാസികൾ. ആ സഭയ്ക്കാണ് കത്ത്. ആ സഭയുടെ ഉള്ള അവസ്ഥ കണ്ടിട്ട് കർത്താവ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത് പറയുന്നൊരു വാക്ക്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. സഹിഷ്ണുത, പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെഡ്ഫാസ്റ്റ് എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ശോധനകളുടെ ഒരു സർക്കംസ്റ്റൻസിലും പിടിച്ചു നിൽക്കുക, വിട്ടുകൊടുക്കത്തില്ല വിശ്വാസത്തിന് വേണ്ടി. എൻഡ്യൂറിങ്, ദാറ്റ്സ് ദ ചർച്ച്. അത് കാണുന്ന ഒരു കർത്താവ് ഉണ്ട്. ലോകത്തിൽ ആരും കണ്ടില്ലെന്ന് വരും, അപ്രീഷിയേറ്റ് ചെയ്തില്ലെന്ന് വരും. ഈ നല്ല പ്രവൃത്തിയെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുക. അവര് ശക്തമായ നിലയിൽ പ്രയത്നിക്കുക മാത്രമല്ല, വിശ്വസ്തയോടെ അവർ സേവനം ചെയ്തു. ആ സമൂഹത്തിൽ ആത്മീകരായി ജീവിപ്പാൻ കഴിയാത്ത ഇടത്തും അവരുടെ സുവിശേഷ പ്രവർത്തനത്തെയും ജീവിതത്തെയും ശക്തമായ നിലയിൽ പ്രതിരോധിക്കുന്ന ഇടത്തും അവര് സഹിഷ്ണുത കാട്ടി. അപ്പൊ ഇതിനകത്തുനിന്ന് വളരെ കൃത്യമാണ്, സഹിഷ്ണുത വെളിപ്പെടണമെങ്കിൽ അവരെ
നിന്ദിച്ച ഒരു സമൂഹമാണ്, പരിഹസിച്ച ഒരു സമൂഹമാണ്. ആ സമൂഹത്തിലാണ് അവർ വിശ്വസ്തരായി കർത്താവിന് വേണ്ടി നിന്ന് അവരവരുടെ സഹിഷ്ണുത കാണിക്കുന്നത്. They were rock solid, immovable. അല്ല, ഒന്ന് രണ്ട് പറഞ്ഞില്ല, എന്നെ നോക്കി അങ്ങനെ പറഞ്ഞു, ഞാൻ ഓർത്തില്ല പെന്തക്കോസ്തി വരുമ്പോ ഇങ്ങനെ ആകുമെന്ന്. നീ ഓർത്തില്ലേ? എന്തുവാ പിന്നെ ഓർത്തത്? ഞാൻ ഓർത്തത് എൻ്റെ PR ഒക്കെ ശരിയാകുമെന്ന. വെൽ, ബൈബിൾ അതല്ല പറയുന്നത്. സ്തോത്രം. എന്നിട്ട് അടുത്തത് എന്താ? കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. അതും അറിയുന്ന ഒരു കർത്താവ്. You cannot bear those who are evil. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ വിശുദ്ധിക്ക് വേണ്ടി പോരാടിയവരാണ് എഫെസോസിലെ വിശുദ്ധന്മാർ, വിശ്വാസികൾ. ക്രിസ്തുവിനെ അല്ലാതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, പാപവഴിയിൽ നടക്കുവാനുള്ള പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞാൽ നടക്കത്തില്ല അവരുടെ അടുക്കൽ. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് അവർക്ക് വളരെ വലുതായിരുന്നു. അത് മാത്രമല്ല, ഇതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ഒരു കാര്യമുണ്ട്. കൊള്ളരുതാത്തവരെ അവർ കണ്ടുപിടിച്ച് വേണമെങ്കിൽ സഭയുടെ ശിക്ഷണ നടപടിയെടുക്കുന്നവരാണ്. ഇത് ദൈവസഭയിലുള്ള എല്ലാവരും ഇത് ഓർത്തോണം കേട്ടോ. ആത്മനിറവുള്ള സഭയിൽ ശിക്ഷണ നടപടികളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരംഗത്തെ ഇവിടെ ആർക്കും പേടിയില്ല. നിങ്ങൾ ഏത് വമ്പൻ ടീമാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ പണക്കാരനാണെങ്കിലും, വചനവിരുദ്ധമായ കാര്യം കണ്ടാൽ ചോദ്യം ചെയ്യും. ശിക്ഷണ നടപടികളുണ്ട്. അല്ലാതെ ഇത് നമ്മൾ ഇവിടെ അവിടെ കാണുന്ന ഇത് പരിപാടിയല്ല. അമ്മമ്മേ കൊച്ചമ്മേ, ഈ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. മനസ്സിലാക്കിക്കോണം. ഇതെല്ലാവരും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർ മനസ്സിലാക്കിക്കോണം. സ്തോത്രം. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. അതൊരു വാക്കല്ലേ? പേഴ്സണൽ വിശുദ്ധി, അതുപോലെ പ്യൂരിറ്റി ഓഫ് ഡോക്ട്രിൻ, ഉപദേശപരമായ കാര്യം കർക്കശമാണ്. ഏതാണ്ട് 40ഓളം വർഷങ്ങൾ കഴിഞ്ഞു. പൗലോസ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഒന്ന് വായിക്കണേ. 4:27. പിശാചിന് ഇടം കൊടുക്കരുത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് പിശാചിന് ഇടം കൊടുക്കരുതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് എഫേസ്യർക്ക് എഴുതിയത് അവരതിൽ നിൽക്കുകയാണ്. ആര് പറഞ്ഞാലും അവർ ചായത്തില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? എഫെസിലെ സഭ ആത്മീകമായിട്ട് ആളുകളെ വിവേചിക്കുമായിരുന്നു. എല്ലാവരെയും കൈക്കൊള്ളത്തില്ല. ഉപദേശപരമായ തെറ്റുണ്ടോ അവർ പിടിക്കും, കള്ളന്മാരെന്ന് അവർ പിടിക്കും. അപ്പൊ വ്യക്തിപരമായ വിശുദ്ധിയും ഉപദേശപരമായ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആണ് ഈ സഭ. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ആ വാക്കൊന്ന് നോക്കുകയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ച്. അപ്പൊ കൊള്ളരുതാത്ത ഈ ദുരുപദേശകരായ ആളുകൾ തങ്ങളെ തന്നെ സെൽഫ് പ്രൊമോഷൻ ചെയ്ത് അവരുടെ ഇടയിൽ കടന്ന് ദുരുപദേശങ്ങളിലേക്ക് അവരെ നയിക്കാൻ ശ്രമിച്ച് കാണും. കണ്ടുപിടിച്ചു. കള്ളന്മാരാണിവർ. കള്ളനെ കള്ളനെന്നാ വിളിക്കേണ്ടത്. ആ ബ്രദർ എന്നാലും ബ്രദറൊന്നുമില്ല, കള്ളൻ കള്ളനാ. സ്തോത്രം. എഫേസ്യ ആളുകള് പൗലോസിന്റെ വിടവാങ്ങൽ ദൂതൊരിക്കലും മറന്നുപോയിട്ടില്ല. പെട്ടെന്ന് നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. മൂപ്പന്മാരെ മിലത്തോസിൽ വിളിച്ചു കൂട്ടിക്കൊണ്ട് 17-ാമത്തെ വാക്യം മുതൽ അദ്ദേഹം ഒരു ദീർഘമായിട്ടുള്ള അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്. 18-ാം വാക്യം മുതലാണ് വാസ്തവത്തിൽ. എന്നിട്ട് അതിൻ്റെ ഒരു പ്രസക്ത ഭാഗമാണ് 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. നോക്കിയേ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു.
ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരുപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. വർഷങ്ങൾ എടുത്തു, പക്ഷെ അവരിത് മറന്നുപോയിട്ടില്ല. ഉപദേശം അവരാളുകളെ വിവേചിക്കും. വലിയ വലിയ ഉപദേശമൊക്കെ ആയിട്ട് അവിടെ കടന്നു വന്ന് വലിയ പുള്ളികളാന്നൊക്കെ പറയുന്നവരെ അവർ കൃത്യമായിട്ട് വാച്ച് ചെയ്യും. എന്നിട്ട് കള്ളനെ പൊക്കും. എന്തൊരു സഭയായത്! കർത്താവ് അത് അറിയുന്നു, കർത്താവ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദുരുപദേശകരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മത്തായി 7:15 കർത്താവ് തന്നെ വാൺ ചെയ്യുന്നു കള്ളപ്രവാചകന്മാരെ കുറിച്ച്. 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ കൊരിന്തുകാരോട് പോൾ എഴുതുമ്പോൾ എഗെയിൻ വാൺ ചെയ്യുന്നു കള്ള അപ്പോസ്തലന്മാരെ കുറിച്ച്. യോഹന്നാന്റെ ലേഖനങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് ഈ ദുരുപദേശകരെ കുറിച്ച് യോഹന്നാൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നും ദൈവസഭയ്ക്കൊരു ത്രെറ്റാണ് ദുരുപദേശകർ. നിങ്ങൾ ചിന്തിക്കുന്ന പലരും വചനത്തിലാണോ? ബ്ലൈൻഡായിട്ട് ആരെ വിശ്വസിക്കരുത്. ഈ പുൾപിറ്റിലെ പ്രസംഗങ്ങൾ പോലും ഡിസേൺ ചെയ്യണം. ദുരുപദേശകരെ ഐഡന്റിഫൈ ചെയ്യാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ദൈവവചനവുമായിട്ട് ശോധന ചെയ്യുമ്പോൾ അവരുടെ ഉപദേശത്തിന് നിൽക്കാൻ കഴിയുകയില്ല. 2, യു വിൽ നോ ദം ബൈ ദെയർ ഫ്രൂട്ട്. സ്വഭാവം കണ്ട അറിയാം ക്ലിയർ ആണോ അല്ലയോ എന്ന്. സ്വഭാവമൊക്കെ ഇച്ചിരി വൈകല്യമുണ്ട്, പക്ഷെ കറക്റ്റ് കാര്യമാണ്. ആ കറക്റ്റിന്റെ പുറകെ പോയാൽ നീ പെട്ടത് തന്നെ. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യണം. അപ്പം എഫെസോസിലെ ദൈവസഭ അവർ ഈ പുള്ളികളെ ഒക്കെ ഇവാലുവേറ്റ് ചെയ്തു. അവരുടെ പഠിപ്പിക്കൽ ശോധന ചെയ്തു, അവരുടെ ജീവിതത്തെ ശോധന ചെയ്തു. എന്നിട്ട് അവർ കണ്ടെത്തി പുതിയ നിയമവുമായിട്ട് ഇതിന് യാതൊരു നിലയിലും ബന്ധമില്ല. കള്ളന്മാരായി പൊക്കി. നിങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ 3 വർഷം ശുശ്രൂഷിച്ച പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20:18 മുതലുള്ള വാക്യത്തിൽ ഇപ്പൊ അത് വായിക്കണ്ട, എത്ര ആവർത്തി പറയുന്നുണ്ടോ, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഉപദേശവും അറിയാം, ജീവിതം അറിയാം. 3 വർഷം കൂടെ താമസിച്ചതാ. പണക്കൊതിയനല്ലായിരുന്നു പോൾ. മറ്റു പല കാര്യങ്ങളുടെ പിറകെ പോകുന്നവനല്ലായിരുന്നു പോൾ. He came to do church, to teach the word for his Lord. ശരിക്കും അപ്പോസ്തല പ്രവൃത്തി 19, 20 ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ, ഈവൻ 18, 22, 23 മുതൽ അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ ചിന്തിച്ചാൽ ആത്മാവിലാണ് വാസ്തവത്തിൽ അദ്ദേഹം എഫെസോസിൽ വരുന്നത്. 2ാം മിഷണറി യാത്രയുടെ അവസാനത്തിൽ he came to Ephesus. അവരെ നിർബന്ധിച്ചതാ, പ്ലീസ് സ്റ്റേ. he said no, കർത്താവ് എന്നെ വിട്ടാൽ ഞാൻ വരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന 3ാമത്തെ മിഷണറി യാത്രയിൽ he is led by the Holy Spirit to come. That's the minister of the word. അല്ലാതെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു എന്ന് വാഗൊണ്ട് പറഞ്ഞേച്ച് ആത്മാവിന് യോജിക്കാത്തതാണ് കയ്യിലിരിപ്പെങ്കിൽ ആള് തട്ടിപ്പുകാരനാണ്. ഇപ്പോഴത്തെ ഒരു ഇതാണ്, ആത്മാവിനെ പിടിച്ചിടും. അപ്പൊ നമുക്ക് പിടിക്കും, കാരണം ഒന്നും പറയരുതല്ലോ. നോ 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 ആത്മാവാണോ വിട്ടത്? അങ്ങനെയാണെങ്കിൽ ആത്മപ്രവൃത്തിയാണ് കാണേണ്ടത്. ആത്മാവാണോ പറഞ്ഞത് ഇന്നത് പറയാൻ? ഫ്രൂട്ട് വേണം, അല്ല ചുമ്മാ അതും ഇതും പറഞ്ഞാൽ പോരാ. പരിശുദ്ധാത്മാവിലാണെങ്കിൽ വചന അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവല്ല. അങ്ങനെയുണ്ട്. ഈ പുസ്തകത്തിലെ വചനം എഴുതിയിരിക്കുന്ന ആരാണ്? ഇറ്റ്സ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവാണെങ്കിൽ വചനത്തിലേക്ക് നയിക്കും. ആത്മാവിലാണ് ഞാൻ പറയുന്നെങ്കിൽ ഇറ്റ് വിൽ ബി അലൈൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൃത്യമായിട്ട് ഇത് കേട്ടോണം.
അല്ല, പക്ഷേ അവർ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര. എൻ്റെ പാസ്പോർട്ട് നമ്പർ വെളിപ്പെടുത്തി. എൻ്റെ പാസ്പോർട്ട് നമ്പർ ആരും വെളിപ്പെടുത്തണ്ട, വീട്ടിൽ ഇരിപ്പുണ്ട്, ഞാൻ തുറന്ന് നോക്കിക്കോളാം. ആരും വെളിപ്പെടുത്തണ്ട. പാസ്പോർട്ട് നമ്പർ വെളിപ്പെടുത്തിയെന്ന്. ഇന്നലെ ഒരുത്തൻ പറയുന്നത് കേട്ടു, ഒരു കയറ്റമുണ്ട് പിന്നെ ഒരു ഇറക്കമുണ്ട്. എടാ, കയറ്റമുണ്ട് ഇറക്കമില്ലേ? എന്തോ കഷ്ടമായത്. ഈ കാര്യത്തിൽ എഫെസോസുകാരെ മാതൃകയാ. എല്ലാ കാര്യത്തിലും അല്ല, ഈ കാര്യത്തിൽ കള്ളന്മാരെ അവർ പോക്കി. ഈ നമ്മൾ വചനത്തിന് വേണ്ടി നിൽക്കണം, വചനം. എന്നാൽ ചരിത്രത്തിൽ നിന്നൊരു കാര്യം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡിഡാക്കെ? ഡിഡാക്കെ എന്ന് പറയുന്ന ഈ എഴുത്തുകൾ, ഇത് ആദ്യ കാലഘട്ടത്തിലെ ദൈവസഭയിലെ ക്രിസ്ത്യൻസിനിടയ്ക്കുള്ള ഒരു എഴുത്താണ്. അവിടെ ഇവര് ഈ ഫോൾസ് ടീച്ചേഴ്സിന്റെ ഡേഞ്ചറിനെ കുറിച്ച് പറയുന്നത് കേൾക്കണേ. ഞാനതായത് ഇംഗ്ലീഷിൽ അതുപോലെ അങ്ങ് വായിക്കാം. വെൽക്കം എവ്രി അപ്പോസ്റ്റൽ ഓൺ അറൈവിംഗ് ആസ് ഇഫ് ഹി വർ ദ ലോർഡ്, ബട്ട് ഹി മസ്റ്റ് നോട്ട് സ്റ്റേ ബിയോണ്ട് വൺ ഡേ. ഒരു ദിവസത്തിനപ്പുറം അപ്പോസ്തലനാണ് കർത്താവ് വിട്ടതാന്ന് പറയുന്ന ഈ പുള്ളി താമസിക്കരുത്. ഇൻ കേസ് ഓഫ് നെസസിറ്റി ഹൗഎവർ ദ നെക്സ്റ്റ് ഡേ ടു. നിങ്ങൾക്ക് സന്ദർഭം മനസ്സിലായി, സാഹചര്യം മനസ്സിലായി, ഓക്കെ, നെക്സ്റ്റ് ഡേ ഓൾസോ. ഇഫ് ഹി സ്റ്റേസ് 3 days he is a false prophet. അങ്ങനെയുണ്ട്, വേദോസ്തവത്തിലെ അല്ല. ഡിഡാക്കെ എന്ന് പറഞ്ഞാൽ ഏർലി ക്രിസ്ത്യൻസിന്റെ ഒരു എഴുത്താണ്. എന്നിട്ട് on departing, an apostle must not accept anything save sufficient food to carry him till his next lodging. ആ വീട്ടിൽ നിന്ന് പോകുമ്പം അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ അടുത്തടുത്തില്ല, അത്രയുള്ള ആഹാരം മാത്രം. അടുത്തോടെ കേക്ക്. ഇഫ് ഹി ആസ്ks for money, he is a false prophet, he is a fraud. സ്തോത്രം. പാസ്റ്റർ, ഇന്നലെയും വന്ന് ഒരുത്തൻ 2000 കൊണ്ടുപോയി. നിൻ്റേത് പോകണം പൈസ. സ്തോത്രം. ഓരോരുത്തർ പറയുന്ന കേൾക്കണം, ഓരോ ഇടപാട്. വീട്ടിൽ കയറ്റാൻ പലതിനെയും കൊള്ളത്തില്ല, മനസ്സിലായോ? വീട്ടിൽ കയറ്റാൻ പലതിനെയും കൊള്ളത്തില്ല. ഓ, അങ്ങനൊന്നും അല്ല, എന്നാ കയറ്റ. വീട്ടിൽ കയറ്റാൻ പലതിനെയും, എല്ലാറ്റിനെയും അല്ല, പലതിനെയും. അച്ഛനയ്യേ, ഒരുപാട് തെളിവുകൾ. ഞാൻ പിന്നെ ഇതൊക്കെ പോട്ടെ, ലൈവായിട്ട് പോകുന്നതല്ലേ. രക്ഷപ്പെട്ടോളിയും, ഓൺലൈനിലുള്ളവരും സൈറ്റിലുള്ളവരും എല്ലാം. എഫെസോസ് സഭയെ കുറിച്ച് പറയുക. ഇനി 2ാം വാക്യം പൂർണ്ണമായിട്ട് വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. എന്നാലും വെറുതെ വന്നല്ലേ, നമുക്ക് കാപ്പി കൊടുത്ത് വിടാം. കൊള്ളരുതാത്തവനാ, പക്ഷെ നമുക്ക് എന്ത് കൊടുക്കാം? ആ കാപ്പിയൊക്കെ കൊടുത്ത്, ഒരു ചിക്കൻ ഫ്രൈയും ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ പോട്ടെ, ഒരു കൈമടക്കി. എല്ലാവർക്കും ഞാൻ 5000, പുള്ളി 2000 ഇരിക്കും. 2000. കൊള്ളരുതാത്തവൻ്റെ കൂടെ നീ കൂട്ടുകച്ചവടം തുടങ്ങുക, നീയും അതിന് ശിക്ഷയ്ക്കർഹനാണ്. ചുമ്മാ പറഞ്ഞതല്ല, യോഹന്നാന്റെ ലേഖനം പഠിച്ചോണം. നടന്ന ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക. എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, അയാളിപ്പം അമേരിക്കയിലും കണ്ടാണ്, പത്തനാപുരംകാരന്. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇങ്ങനെ സമുദായ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ബന്ധുക്കോസിലൊക്കെ വന്ന വലിയ ഉണർവുകാരന്. പിന്നെ അടിസ്ഥാനപരമായി എന്തൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹത്തെ ചില ഉപദേശിമാർ വിസിറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല ഇതാരാ സംഭവം. അതിനിടയ്ക്ക് ബുക്ക് കച്ചവടം, മറ്റേത് മറിച്ചത്, ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ ഏത് ചർച്ച? അത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളിയുടെ വൈഫിനോട് നമ്മൾ പെട്ടെന്ന് പോയി, കാരണം ഉച്ചയായി, ഊണിൻ്റെ കാര്യമൊക്കെ ഉണ്ട്, നമ്മുടെ ഉപദേശിമാർക്ക് കൂടെ കൊടുക്കണം. അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇദ്ദേഹത്തിന് അങ്ങനത്തെ എന്തുവാ ഇത് ഇങ്ങനെ അവരോട് ചോദിക്കുക. അവസാനം മനസ്സിലായി, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന കുറേ പുള്ളികളാ. ഒട്ടനെ പുള്ളി, ചൂടന ആള്, വേണ്ട ഇറങ്ങണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒക്കുമോ? അങ്ങനെയൊക്കെ ഒരാൾ പറയുമോ? അയ്യോ, അവർ പറഞ്ഞു അതോ അങ്ങനെ, ഇനി ഒന്നും നിൽക്കണ്ട, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. കൊള്ളരുതാത്തവരാ.
യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നവൻ ക്രിസ്ത്യാനി അല്ല. ഇതിൽ കൂടുതൽ എന്താ പച്ചയ്ക്ക് പറയാനുള്ളത്? സ്തോത്രം. അവനുമായിട്ട് കൂട്ട് കച്ചവടമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് ഇല്ലല്ലേ? സ്തോത്രം. ഓക്കെ, 3-ാം വാക്യം. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമ നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പൊ ഇത്രയും സാഹചര്യങ്ങൾ പ്രതികൂലമായി എഫെസോസിൽ നിലനിൽക്കുമ്പോഴും 40ഓളം വർഷമായിട്ട് അവരെ ക്വിറ്റ് ചെയ്യാതെ, വിട്ടുമാറാതെ, തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുകയാണ്. അതും എന്തിനു വേണ്ടിയാ പിടിച്ചു നിൽക്കുന്നത്? എൻ്റെ നാമം നിമിത്തം. സ്തോത്രം. കള്ളന്മാരെ അവർ റെഫ്യൂട്ട് ചെയ്യുന്നുണ്ട്, അവർ സത്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവർ നിൽക്കുകയാണ്. ഇതെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. കർത്താവിൻ്റെ നാമം നിമിത്തമാണ് സഹിക്കുന്നതെങ്കിൽ they are standing for the glory of the Lord Jesus. ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് 4-ാമത്തെ വാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇതെല്ലാം നല്ല കാര്യമാണ്. നല്ലത് ചെയ്തതും അറിയാമെന്ന അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കർത്താവാണ് സഭയുടെ നടുവിലുള്ളത്. അതുകൊണ്ട് ആർക്ക് ഹൃദയവേദന വരണ്ട, എന്നെ ഒന്ന് അപ്രീഷിയേറ്റ്, അല്ല എന്നെ ഒന്ന് മുന്നോട്ട് വിളിച്ചില്ല, എന്തിനാ എന്നെ മുന്നോട്ട് വിളിക്കുന്നത്? ദൈവഹിതമാണ് നീ മുന്നോട്ട് വരുന്നതെങ്കിൽ തക്ക സമയത്ത് വന്നോളും. സ്തോത്രം. ഇതിനോട് ചേർന്ന് 4-5 വാക്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് 6-ാമത്തെ വാക്യം കൂടി എടുക്കുക. കാരണം അതും കമൻഡേഷനാ, അപ്രിസിയേഷനാ. എങ്കിലും നിക്കോലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അതെന്താ ഈ നിക്കോലോവിയരുടെ നടപ്പ്? വാസ്തവത്തിൽ വേദപണ്ഡിതന്മാരിൽ തന്നെ അത് സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബൈബിൾ സ്റ്റഡിയായി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്നാൽ മനസ്സിലാകാൻ വേണ്ടി 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ പെർഗമം സഭയോടുള്ള ബന്ധത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്, ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. വേറെ എങ്ങും വേദപുസ്തകത്തിലില്ല. ചിലരൊക്കെ അഭിപ്രായപ്പെടുന്ന അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലെ 7 ഡീക്കൺസിൽ ഒരാളായിരുന്നു, അയാളുടെ ഉപദേശത്തെ മിസ്കോട്ട് ചെയ്ത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ഇതിലേക്ക് എങ്ങും പോകാതെ നിക്കലോവിയരുടെ ഉപദേശം എന്താ? സഭയ്ക്കകത്തിരുന്നു കൊണ്ട് ജനത്തെ വഞ്ചിച്ച് വഴിതെറ്റിക്കുക. എന്തിലേക്ക്? അവരെ മലിനപ്പെടുത്തുക. ലൈംഗിക പാപ വിഷയവും വിഗ്രഹാർപ്പിതം കഴിപ്പാനുള്ള പ്രേരിപ്പിക്കുക. ഒരു പക്ഷെങ്കിൽ ആന്റിനോമിയൻ സെക്റ്റുകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഈ കൂട്ടര് അവര് ചില വചനങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ക്രിസ്ത്യൻ ലിബർട്ടിയെ അതിര് കടന്ന് അവര് പറഞ്ഞു പഠിപ്പിക്കുക, എന്തിനും ചെയ്യാൻ പ്രോത്സാഹിക്കും. ഒരു വിഷയമില്ലടേ, ഇത് ചർച്ചിന് വെളിയിൽ നിന്നുള്ള പോരാട്ടമല്ല, ഇറ്റ്സ് ഇൻസൈഡ് ദ ചർച്ച്. പക്ഷേ ഇവരെന്താണ്? ഇവരത് പകയ്ക്കുന്നു. നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. 7-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം എന്താ? അത് ഞാനും പകയ്ക്കുന്നു. മതി, കണ്ടോ? അത് ഞാനും പകയ്ക്കുന്നു. നിക്കലോവിയരുടെ നടപ്പ്. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അകത്തുള്ള ആളുകളെ മലിനപ്പെടുത്തുന്ന ഉപദേശവുമായിട്ട് ഇറങ്ങിയ ആളുകളെ പകയ്ക്കുന്ന ഒരു കൂട്ടരായിരുന്നു എഫെസോസ് സഭ.
അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇത് കർത്താവിൻ്റെ ചർച്ചിൻ്റെ ഉള്ളിലാണ്. യോ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനല്ലേ. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇനി 4-ാം വാക്യം ഒരു തിരുത്തൽ കർത്താവ് പറയുന്നു. ഇനി ആ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ പറഞ്ഞത് ഇതിലേക്ക് ഒരുക്കുകയായിരുന്നു. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അയ്യോ അപ്പം ഇന്ന് ഒത്തിരി സമയം എടുക്കുമോ? മിക്കവാറും. 4-ാം വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അവ സഭയുടെ നടുവിൽ നടക്കുന്ന കർത്താവ് നാം ചെയ്ത നല്ല പ്രവൃത്തി മാത്രമല്ല, നമ്മുടെ കുറവുകളെയും കണ്ട് അത് വെളിപ്പെടുത്തുന്നവനാണ്. അവിടെ നോക്കിയ ഒരു കുറ്റം നിന്നെക്കുറിച്ച്, ഒരു കുറ്റം, ഇത്രയും നന്മ. ദുരുപദേശകരെ ഖണ്ഡിക്കുന്നു, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നു, പിന്നെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നു. ഇതിക്കുള്ളെന്തോ വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തമായ ദൈവവചന ശുശ്രൂഷ, ഖണ്ഡിക്കേണ്ടതിനെ ഖണ്ഡിക്കുന്നു, എല്ലാം കറക്റ്റ് ഡോക്ട്രിൻ, ഫോൾസ് ടീച്ചേഴ്സ് സഹിക്കാനൊക്കത്തില്ല, എല്ലാം കറക്റ്റ്. പക്ഷെ കർത്താവ് ദർശിക്കുമ്പോൾ ഒരു കുറവ്, അത് നിസ്സാര കുറവല്ല. നിസ്സാരമല്ലെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കുറവിൻ്റെ മേൽ അത് നിമിത്തം കർത്താവിന് പറയാനുള്ളത് എന്താണ്? നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് ഞാൻ നീക്കം ചെയ്യുമെന്ന്. അയ്യോ, ഇത്രയും കാര്യം ശക്തമായി പ്രസംഗിച്ചു, ഒരുത്തരം വിടത്തില്ല, എല്ലാം വിവേചിച്ചു, ഉപദേശത്തിന് വേണ്ടി നിന്നു, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഈ നാട്ടിൽ സഹിച്ചു നിന്നു. ഓൾ റൈറ്റ്, ഇറ്റ്സ് ഗുഡ്. പക്ഷെ നിനക്കൊരു കുറവുണ്ട്. പണ്ടത്തെ പോലെ നിനക്ക് എന്നോട് സ്നേഹമില്ല. അതാണ് ആദ്യ സ്നേഹം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. അതുകൊണ്ട് നിലവിളക്കിനെ ഞാൻ നീക്കം ചെയ്യുന്ന പറഞ്ഞാൽ സഭയെ ഷട്ട് ഡൗൺ ചെയ്യുന്നു. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ദേവാലയം അല്ലെങ്കിൽ ഹോള് ഇടിച്ചു കളയുമെന്നല്ല, ഇവിടെ വരുന്നവർ ഇനിയും വരും, വരത്തില്ലെന്നല്ല, അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ആദ്യ സ്നേഹം കർത്താവിനോടില്ലേ, പിന്നെ ഇത് സഭയാണോ? The Lord is not interested. മനസ്സിലാക്കിക്കോണം. ഒരുപാട് കാര്യം എഫെസോ സഭയെക്കുറിച്ച് പറയാനുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവിടുത്തെ തുളച്ചു കയറുന്ന സർവജ്ഞനായ കർത്താവിൻ്റെ ആ നോട്ടം, മാരകമായ ഈ ഒരു പിഴവ് പൊക്കി. അവർ തമ്മിൽ സംസാരിക്കും, ബ്രദർ വി മസ്റ്റ് സ്റ്റാൻഡ് ഫോർ ദ വേർഡ്. ഓ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവൻ ഒരൊറ്റ നോട്ടം ചെന്നപ്പോൾ പൊക്കി. നിന്നെക്കുറിച്ച് ഇത് പറയാനുണ്ട്, അത് മാരകമാ വിഷയം. ദാറ്റ്സ് ലൈക്ക് എ ക്യാൻസർ. ഇതാണ് ഈ സഭയോടുള്ള ദൂത്. പച്ചയ്ക്ക് ഞാൻ പറയാ, ഇവിടെ ഇരിക്കുന്ന സകലരോടുള്ള ദൂത്. സിദ്ധാന്തപരമായി ഡോക്ട്രിനലി യാഥാസ്ഥിതിക ഒരു ഓർത്തഡോക്സിറ്റി അവർക്കുണ്ട്. അവർ കർത്താവിനെ തന്നെയാണ് സേവിക്കുന്നത്. പക്ഷെ ആ സേവനം യാന്ത്രികമായി മാറി. ആ ഓർത്തഡോക്സിറ്റി, യാഥാസ്ഥിക ആ ഒരു ഉപദേശങ്ങൾ, ഇതെല്ലാം യാന്ത്രികമായി, സ്നേഹത്തിൽ നിന്നല്ല. ഇപ്പം മതം, ചടങ്ങ്. They have lost their first love. Oh, we have fallen. We have fallen. ശരിക്കും മനസ്സിലായിക്കോണം. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഭാര്യ പറയും, ഓ അങ്ങനെയൊക്കെ പാസ്റ്റർമാരല്ലേ വിളിച്ചിരി പേടിപ്പിക്കാനൊക്കെ പറഞ്ഞത്. പ്രിയരെ, ഞാൻ ആദ്യം മുതൽ ഇന്നത്തെ സർവീസ് നിങ്ങൾ നോട്ട് ചെയ്തോണം. അല്ലേ പിന്നെ നിങ്ങൾ വാദിക്കണം ഞാനും ബേബിച്ചനും കൂടെ ഒത്തു കളിക്കുകയാണ്. അത് നിങ്ങൾ ബേബിച്ചനോട് പേഴ്സണലി ചോദിച്ചാൽ മതി. നിങ്ങളുടെ മുൻപിലാണ് ഈ കൺഫർമേഷൻ നടന്നത്. നമ്മളോടുള്ള ദൂതാണ്. എന്നെ ഞാൻ മാറ്റി നിർത്തിയല്ല, എന്നോടാണ് ദൈവം ഇടപെട്ടത് ആദ്യം. And I repent of my sin. ആദ്യ സ്നേഹം. ബാക്കിയെല്ലാം ഉണ്ട്.
ഒരു കാലഘട്ടത്തിൽ ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി രക്ഷിക്കപ്പെട്ടു വന്ന ആ തലമുറയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ തലമുറകൾ കഴിഞ്ഞു, ചൂട് പോയി. എന്തിനാണ് മോനെ വന്നത്? പപ്പ വരുന്നത് എന്തിനാണെന്ന് ആർക്കറിയാം, വന്നിരിക്കുക. പക്ഷെ വേണ്ടി വന്ന പാട്ട് പാടി, ഇപ്പൊ പാടിയില്ലേ, സാക്ഷ്യം പറയും, എല്ലാം ഉണ്ട്. എന്തിനാ? ഇപ്പൊ എല്ലാം പെർഫോമൻസാ അല്ലേ? സീരിയസ് ആണിത്. എഫെസോസിൽ 40 വർഷം മുമ്പ് എല്ലാം ശക്തമായിരുന്നു. പക്ഷേ പുതിയ ജനറേഷൻ വന്നു. ആ പുതിയ ജനറേഷൻ അവർ ഒരു കാര്യം ചെയ്തു. പപ്പായൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന ഇതാ കേട്ടോ, ഇതിനു വേണ്ടി നിൽക്കണം, കറക്റ്റ് ഡോക്ടറിനാ, അതെല്ലാം കറക്റ്റാണ്. പക്ഷെ സ്നേഹത്തിൽ ചൂടില്ല, അതങ്ങ് പോയി. യാന്ത്രികമായിട്ടാണ് ഇതെല്ലാം. നമ്മൾ പെന്തിക്കോസിലല്ലേ, എന്നാ പിന്നെ പെന്തിക്കോസ്തുകാരുടെ കൂട്ട്. പെന്തിക്കോസ് എന്തുവാ സീരിയസ് ആണേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, സീരിയസ് ആണ്. സാധാരണ പാസ്റ്റർമാരൊക്കെ ഇതൊക്കെ മറയ്ക്കും, പക്ഷെ എനിക്ക് മറയ്ക്കാൻ ഒക്കത്തില്ല. സപ്പോസ് ഞാൻ ഇതല്ല, ഇത് കർത്താവ് ഇടപെട്ടിട്ട് ഇത് മറച്ചു വെച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പാട്ട് ഞാൻ കേൾക്കുമ്പോൾ ഇടിത്തി വീഴത്തില്ലേ, ഞെട്ടിപ്പോത്തില്ല. എൻ്റെ ദൈവമേ, ഇതാണല്ലോ പറയാൻ പറഞ്ഞത്. മഴ മാറിയതിനായി സ്തോത്രം, നിങ്ങളെല്ലാം വന്നതിനായി സ്തോത്രം. ചിലർ ചിന്തിക്കാം മഴ മതിയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് ഈ ഒരു കാര്യം, ഈ ഒരു മിസ്റ്റേക്ക് ഇത് മാറ്റിവെക്കാൻ തയ്യാറല്ല. ഇത്ര നല്ല കാര്യങ്ങൾ അവരെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷെ അത് മാറ്റിവെക്കാൻ, ആ കുറ്റം മാറ്റിവെക്കാൻ തയ്യാറല്ല. അവരുടെ എല്ലാ നല്ല കാര്യവും കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അവരുടെ ആ ഷോർട്ട് കമ്മിങ്, അവരുടെ ആ തിന്മ, തെറ്റ്, ഹി എക്സ്പോസ്ഡ് ഇറ്റ്. അതാണ് ദൈവസ്നേഹം. സ്തോത്രം. ഇനി ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ 4-ാം വാക്യത്തിൽ 1-ാമത് പറഞ്ഞത്, ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ആ കുറ്റം എന്താ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അതൊന്ന് ശ്രദ്ധിച്ചേ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. എന്തോ ഈ ആദ്യ സ്നേഹം? ഒന്ന്, ദൈവത്തോടും ക്രിസ്തുവിനോടുമുള്ള ബന്ധത്തിലുള്ള ആദ്യ സ്നേഹം, അതുമായി ബന്ധപ്പെട്ട് കിടക്കുക. 2-ാമത്തെ കാര്യം, വിശ്വാസികൾ തമ്മിലുള്ള ആദ്യ സ്നേഹം. 3, നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തോടുള്ള ബന്ധത്തിൽ ആദ്യ സ്നേഹം, the love for the lost. അതിൽ 1-ാമത്തെ, ദൈവത്തോട് ക്രിസ്തുവിനോടുള്ള ആ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഓർക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട ദിവസമൊക്കെ രക്ഷിക്കപ്പെട്ട അതെന്തുവാ? അങ്ങനെ ചോദിക്കേണ്ടി വരുന്നു കേട്ടോ, എന്നോട് ക്ഷമിക്കുക. എൻ്റെ ഇൻ്ററാക്ഷനുകളിൽ എനിക്ക് മനസ്സിലായതാണ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളവരോട് ഞാൻ പറയാം, ഓൺലൈനിലുള്ളവരും സൈറ്റിലുള്ളവരും, ആദ്യമായി ഒരു ക്രൈസ്തവനായിരുന്നു അല്ലെ അക്രൈസ്തവനായിരുന്നു, ആദ്യമായി ദൈവത്തെക്കുറിച്ചും ദൈവം മനുഷ്യന്റെ പാപത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ക്രിസ്തുവിനെ അയച്ചു എന്നുള്ളൊക്കെ വിവരങ്ങൾ ഹൃദയത്തിൽ ആത്മാവ് കൊണ്ട് ഇട്ട് നമ്മുടെ ഹൃദയം തുറന്നിത് കണ്ടു. 33.5 തിരുവയസ്സ് പാപം കൂടാതെ ജീവിച്ച് അവസാനം കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് യാഗമായി തീർന്ന വിവരമൊക്കെ എത്ര ആർത്തിയോടെ ആവേശത്തോടെയാണ് നമ്മൾ ഇതെല്ലാം കണ്ടത്, ചിന്തിച്ചത്. റോമാലേഖനം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്നറിയാം? ഭയങ്കര ആവേശമായിരുന്നു. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക്, പുത്രന്റെ രാജ്യം, അങ്ങനെ ഒരു ദിവസം രക്ഷിക്കപ്പെട്ടവർക്കുണ്ട്. എമ്മൗസിലേക്ക് പോകുന്നവരോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം കത്തി കത്തി, the hearts were burning. അങ്ങനെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? When the gospel was preached, my heart was burning, and suddenly I understood that I am a sinner. നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാപിയാണെന്ന ബോധ്യം എനിക്ക് വന്നിട്ട് ദൈവത്തിങ്കലേക്ക്, ക്രിസ്തുവിങ്കലേക്ക് തിരിഞ്ഞ് കരുണയ്ക്കായി യാചിച്ചു. ഇല്ലേ?
സ്തോത്രം. ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടോ? പത്രോസിനെ പോലെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്താണ്? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് യു നോ എവ്രിതിങ്. സ്തോത്രം. എന്തൊരു ഡിവോഷനായിരുന്നു എന്ന് പറഞ്ഞ തീഷ്ണത, അത് വ്യക്തിപരമായ തീഷ്ണത, ആവേശം. ആ ആവേശത്തെ തുറന്ന് പ്രകടിപ്പിക്കാൻ ഒരു വിഷയമല്ല. കൈയടിക്കണോ അടിക്കണം, ചാടണോ ഒരു വിഷയം. എന്താ തുള്ളല ഇതെന്ന് പറയുമ്പം നമുക്ക് വിഷയമല്ല. എന്താ ആവേശമാന്നേ, രക്ഷാനിർണയമുണ്ടെന്നേ. ഓർക്കുന്നുണ്ടോ? ആ ഫസ്റ്റ് ലവ്. പുതുതായിട്ട് വന്ന എല്ലാവരോടും എൻ്റെ അഭ്യർത്ഥന, ഡോണ്ട് ലൂസ് ദ ഫസ്റ്റ് ലവ്. ഡോണ്ട് ലൂസ് ദ ഫസ്റ്റ് ലവ്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അർത്ഥം ചിന്തയിലും എല്ലാത്തിലും ഐ ആം കൺസ്യൂംഡ് വിത്ത് ക്രൈസ്റ്റ്. എല്ലാം ക്രിസ്തു. അങ്ങനെ ഒരു സ്നേഹം. പക്ഷേ ഇവർക്ക് പറ്റിയത്, ആ സ്നേഹം ഇപ്പോൾ റീപ്ലേസ് ആയിരിക്കുകയാണ്. എല്ലാ ഡ്യൂട്ടികളും ചെയ്യുന്നുണ്ട്. But that old love, that first love, when they were consumed with devotion for Christ, എങ്ങനെ പോയി? അതിനെക്കുറിച്ച് ഞാൻ പറയാം. സ്തോത്രം. ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ സകല ദുഷ്ടന്മാരെ കണ്ടുപിടിച്ചു, കള്ളന്മാരെ പിടിച്ചു, പിന്നെ സത്യത്തിന് വേണ്ടി നിന്ന് വിശുദ്ധി, ഇതെല്ലാം ഇപ്പോൾ യാന്ത്രികമായ. ഇറ്റ് ഈസ് നോട്ട് മോട്ടിവേറ്റഡ് ബൈ ലവ്. ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം തുളുമ്പി അല്ല ഈ ശുശ്രൂഷകൾ. ശുശ്രൂഷിക്കുക യാന്ത്രികമായി. ആ റിലേഷൻഷിപ്പ് എല്ലാം കൂൾ ഡൗൺ ആയി. സ്തോത്രം. ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരു അനാലജി പറയാം. അത് ദൈവവചനത്തിൽ തന്നെ ഉള്ള ഒരു ചിത്രീകരണമാണ്. ക്രിസ്തുവും സഭയും മനസ്സിലാക്കാൻ വേണ്ടി ഭാര്യ ഭർത്തൃ ബന്ധത്തെ അപ്പോസ്തലനായ പൗലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കതറിയാം. നിങ്ങളൊക്കെ മിക്കവരും കുടുംബസ്ഥരാണ്. എന്താണ് ആദ്യ സ്നേഹം? മനസ്സിലാകുന്ന ഒരു ഭാഷ പറയാം. ഹണിമൂൺ. ഓ, കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളികളൊക്കെ ഇതിനകത്തുണ്ട്. കല്യാണം അങ്ങോട്ട് കഴിയുക. പിന്നെന്താണ്? ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ച ഒരിടത്ത് അവരെങ്ങാണ്ട് പോയിരിക്കുക. ഇറ്റ്സ് ഗുഡ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടല്ലേ? ഇറ്റ് വാസ് സോ എക്സൈറ്റിംഗ്. പരസ്പര ധാരണ, പരസ്പര സ്നേഹം, എന്തും ചെയ്യും അതുപോലത്തെ സ്നേഹം. വി ആർ എക്സൈറ്റ്. എന്നിട്ട് അതൊന്നും പറയാനോ പ്രകടിപ്പിക്കാനോ ഇവിടെ ആർക്കാണ്ട് മടിയുണ്ടോ? ഒരു മടി ആർക്കും ഇല്ലായിരുന്നു. പരസ്പരം പറഞ്ഞ് എടാ ജോസ് ബ്രദറൊക്കെ താഴോട്ടിരുന്ന് ചിരിക്കുന്നു. ശരിയാന്നല്ലോ, പുള്ളിക്ക് പ്രവചനപരം ഉണ്ടോ? ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒടുവിൽ 5 വർഷമായി, 10 വർഷമായി, 15 20 25 എന്താ ഭാര്യയും ഭർത്താവും ആന്നു. പണ്ടത്തെ പോലെ സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പിന്നെ സ്നേഹം ഉണ്ടായിട്ടല്ലേ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നത്. പണ്ടും ആദ്യം ഒരു ചായ ഉണ്ടായിരുന്നു, അല്ലെ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. പക്ഷെ ആ പണ്ടത്തെ ജോയിലാണോ ഇപ്പോൾ? ഓർ ഹാവ് യു ടേക്കൺ യുവർ സ്പൗസ് ഫോർ ഗ്രാൻറ്റഡ്? അവിടെ ഉണ്ട്, എന്തേ ഇല്ല, പോയതായിരിക്കും ചായ ഇടാൻ. ഇതുപോലെ ആത്മീകമായി ചിന്തിക്കുക. അതിനൊരു നല്ല അനാലജിയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. കാലം മുന്നോട്ട് പോകുമ്പോൾ ആ സ്നേഹം തണുത്തു പോകുന്ന അനുഭവം. ഇതുപോലെയാണ് കർത്താവും സഭയും. സഭയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാൻ ഡേഞ്ചറുണ്ട്, സാധ്യതയുണ്ട്. നമുക്കങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്ക. ഞാനത് പിന്നെ വളരെ കൃത്യമായിട്ടത് പറയാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഈ ചർച്ചിലെ ഉള്ള ഈ ദൂതുകളുടെ ഘടന നിങ്ങൾ നോക്കിയാൽ
എഫെസോസിനോട് പറയുന്നു, പിന്നെ എഫെസോസ് ടു പെർഗമോസ്, അത് കഴിഞ്ഞ് തുയത്തിര, സാർദീസ്. 2 സഭകളെക്കുറിച്ച് കർത്താവിന് കുറ്റമൊന്നും പറയാനില്ല. അവസാനം ലവോദിക്ക എത്തിയപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ഉമണ് കളയുമെന്ന്, തുപ്പിക്കളയുമെന്ന്. അപ്പൊ ഇത് ഇങ്ങനെ ആ ഡൗൺവേർഡ് ഡിക്ലൈൻ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പ്രായോഗിക തലത്തിൽ പറയാം. ഈ ആദ്യം രക്ഷിക്കപ്പെട്ട അന്ന്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് യോഗങ്ങൾക്ക് പോകാൻ ആവേശം ഉണ്ടായിരുന്നു. പെട്രോൾ ഒത്തിരി ഇല്ല. അന്ന് പെട്രോൾ ഒന്നും വിഷയമല്ല. പോവും, പൈസ ആകും, പോട്ടെ, പോവുക, കൂട്ടായ്മ ആചരിക്കുക, എത്ര സമയം വേണേലും സ്പെൻഡ് ചെയ്യാൻ തയ്യാറ്. ബൈബിൾ വായനയോ അങ്ങ് ആവേശമല്ലേ. അന്ന് സഭയിൽ ഉറങ്ങുമോ നിങ്ങള്? ഒക്കത്തില്ല. കാരണം അങ്ങ് മോർ. സ്തോത്രം. ഇവിടെ ഒരുത്തൻ ചോദിച്ചതാ, പാസ്റ്റർ രാവിലെ എത്ര മണിക്ക്? ഞാൻ പറഞ്ഞു രാവിലെ എത്ര മണിക്ക്. പിന്നെ ഉപവാസപ്പെടാൻ അത് വൈകിട്ട് എത്ര മണി? ഉച്ചയ്ക്കുണ്ടോന്ന്. അയ്യോ, ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ഇച്ചിരി വിശ്രമിക്കണം. ആദ്യ സ്നേഹമാത്. ഇപ്പോഴോ എന്തേടി ആ ബൈബിള്? എവിടാ കഴിഞ്ഞ ഞായറാഴ്ച വെച്ചെന്ന് നോക്ക് പോയി. വാഷിംഗ് മെഷീൻ്റെ മണ്ടയ്ക്കുണ്ട്. രക്ഷിക്കപ്പെട്ടന്ന് കുടുംബ പ്രാർത്ഥനകളോ, കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ചിരുത്തി, മോനെ പപ്പയും മമ്മിയും രക്ഷിക്കപ്പെട്ടു, ശാനപ്പെട്ടു, എന്തെല്ലാമായിരുന്നു. ഇപ്പോഴോ കുടുംബ പ്രാർത്ഥന ഉണ്ടോ? എല്ലാം പോയില്ലേ. ഒത്തിരി ന്യായീകരണമുണ്ട്. പക്ഷെ അതിപ്പോൾ പറ്റത്തില്ല, അങ്ങനല്ലേ, ഇത് ഇങ്ങനെ, എല്ലാം ന്യായീകരണങ്ങളാണ്. വാട്ട് ഹാപ്പൻഡ്? യു ഹാവ് ലോസ്റ്റ് ദ ഫസ്റ്റ് ലവ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലാത്തവൻ ഇതൊന്നും അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ, കല്യാണം കഴിച്ചവർക്കേ ഈ ഫസ്റ്റ് ലവ് എന്താണെന്ന് അറിയത്തുള്ളൂ. അല്ലാത്തവൻ എന്തോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊരാവേശമാണ്. ഐ എം ഫ്രീ ഫ്രം സിൻ, ഐ എം ഫ്രീ ഫ്രം ദ ബോണ്ടേജ് ഓഫ് സൈറ്റാൻ. എവിടെയുണ്ട് കൂട്ടായ്മ? എൻ്റെ പ്രിയരെ, എൻ്റെ ആവേശം, ഐ വാസ് ലൈക്ക് എ മാഡ് മാൻ. നിങ്ങൾ വിശ്വസിക്കത്തില്ല ഞാൻ ചെയ്തതൊക്കെ. ഞാനൊരു ഓഫീസിൽ ജോലിയായി ടു ടേക്ക് മൈ ബൈബിൾ ടു ദി ഓഫീസ് ആൻഡ് റീഡ് മൈ ബൈബിൾ. ആളുകൾ ഓർത്തു കാണും, ദിസ് ഗൈ ഈസ് ക്രേസി. ഉച്ചഭക്ഷണത്തിന് ആളുകൾ പോകുമ്പോൾ ഐ വുഡ് സ്റ്റേ ദേർ ആൻഡ് പ്രേ ടു ഗോഡ്. ദൈവം എന്നോട് ഹൃദ്യമായി ഇടപെടാൻ തുടങ്ങി. ഓഫീസിൽ ഇരുന്ന് പുസ്തകം വായിക്കുമ്പോൾ കരയുക. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. യേശു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ നിലവിളിക്കുക. ഇപ്പൊ എനിക്കതറിയാം. ദ സ്പിരിറ്റ് വാസ് വർക്കിംഗ് ഓൺ മീ. എന്തൊരാവേശമാണിത്! എന്തിനാ പാസ്റ്റർ ബൈബിൾ വായിക്കുന്നത്? എങ്ങോട്ട് പ്രസംഗിക്കാനുണ്ടോ? എടാ, എന്നെ പ്രസംഗിക്കാൻ, എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. എന്നെ ആരും ഞാൻ അവിടുത്തെ ഒരു വിശ്വാസി. പിന്നെ എന്തിനാ ഇത് വായിക്കുന്നത്? ഫസ്റ്റ് ലവ്, ഫസ്റ്റ് ലവ്. മനസ്സിലാകുന്നുണ്ടോ? കമ്പനിയിലെ ജോലി കഴിഞ്ഞാൽ തലക്കകത്തൊറ്റ കാര്യമുള്ള അടുത്ത യോഗയോടാ. അങ്ങനെ ഒരു കാലം നിങ്ങൾക്കും എനിക്കും ഉണ്ടായിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുള്ളവർക്ക് അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാം വീണു. ദ ഫസ്റ്റ് ലവ് ഇസ് ഗോൺ. പണ്ടത്തെ ആവേശം ഇപ്പൊ ഇല്ല. യോഗമോ സൗകര്യമുണ്ട്, പോണം. നീ വരുന്നോടി? അല്ലേ അച്ഛാ, ഇന്ന് പോണ്ട അച്ഛാ, ഇന്ന് ഇനി ആദ്യ സ്നേഹത്തിന്റെ പിന്നെ 2ാമത്തെ ഭാഗമായിരിക്കും. വേണ്ട. ഉണ്ടോ? വല്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? പക്ഷെ ഇപ്പോഴും കറക്റ്റാ. സാക്ഷ്യം പറയാം. പാട്ട് പാടിയില്ലേ, ഇന്നും പാടി, കൈയടിച്ചു, അടിച്ചു. ഇതെല്ലാം എങ്ങനെയാ? മതപരമായി ചെയ്യുക. പഠിച്ചു വെച്ചതാ. ആദ്യം വന്നപ്പോ അങ്ങ് ആവേശത്തിൽ അടിച്ചതാ. ഇപ്പൊ എന്താ? പ്രാക്ടീസായി. സ്നേഹം പോയി. ഇറ്റ് ഹാസ് ബീൻ റീപ്ലേസ് വിത്ത് മെനി അതർ തിങ്സ്. പക്ഷേ അടിക്കുന്ന ട്യൂൺ അറിയാം. രസകരമാകട്ടോ. മൊബൈല് ആരുടെ വന്നാ ഫോൺ ആരാധിച്ചുകൊണ്ടിരിക്കുക. വാട്ട് ഈസ് ദാറ്റ്? മുട്ടയിലിരുന്ന് ആരാധിക്കുന്ന ആളുകള്
കൂട്ടുകാരി അല്ലെ കൂട്ടുകാരൻ വരുമ്പോൾ ഇത്ര നേരം എവിടെ ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കുക. വി ഹാവ് ഫോളൻ. മറ്റേതാര് കൈ കൊടുത്തില്ലയോ, ആര് വന്നോ, നമ്മൾ വന്നു. വി ആർ വിത്ത് ദ ലോർഡ്. 100% ഹൃദയം കൊടുത്തിരിക്കുക ഇല്ലേ? മറ്റൊരാളിനോട് കാണും എന്ത് ആവേശത്തോടു കൂടിയാണ് ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ്. ഇപ്പോഴോ ഇങ്ങോട്ടൊരാൾ ചോദിക്കാതെ ഇരിക്കട്ടെ, എങ്ങനെയാ നിങ്ങളുടെ ആ കർത്താവിനെ കുറിച്ച് 2 കാര്യം പറയാമോ? അവിടെ പോലും ന്യൂട്രൽ അടിക്കും. We have fallen. സഭയായി വ്യക്തികൾ ഡോണ്ട് ജസ്റ്റിഫൈ യുവർ സെൽഫ്. നല്ല കാര്യം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കർത്താവ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഈ നല്ല കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് മോട്ടിവേറ്റഡ് ബൈ ദാറ്റ് ലവ്. എത്ര ഭീകരമാണിത്! കാരണം നമുക്ക് തോന്നും നമ്മൾ മുൻപന്തിയിലാണ്. എന്തോടാ കുറവ്? ഉപദേശപശമുണ്ടോ? ഏത് കള്ളനെ പിടിക്കും ഞങ്ങൾ? കർത്താവ് നോക്കുമ്പോൾ എന്താ പറയുന്നത്? You lost your first love. You don't love me anymore. നിർത്താം അല്ലേ? ഞാൻ ഒരുപാട് കണ്ടൻസ് ചെയ്യാൻ നോക്കിയിട്ടും ഇറ്റ്സ് ഗോയിങ്. ആദ്യ സ്നേഹം ഞാൻ പറഞ്ഞു, ദൈവത്തോട് കർത്താവിനോടുള്ള ബന്ധത്തിൽ. ശരിക്കും പ്രിയരെ, ഏറ്റവും വലിയ കൽപ്പന എന്താ? അറിയാം. പിന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമുക്കറിയാൻ വയ്യാത്ത കാര്യമുണ്ടോ? മത്തായിയുടെ സുവിശേഷം 22:37 മുതൽ 40 വരെയുള്ള വാക്യം. 2 കൽപ്പനയുണ്ട്, 2 ഞാൻ വായിക്കാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 22:37 മുതൽ 40 വരെ ഒന്ന് വായിച്ചേ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവ ഏറ്റവും വലിയ കൽപ്പന എന്താണ്? ടു ലവ് ദ ലോർഡ്. അപ്പൊ ഈ ഏറ്റവും വലിയ കൽപ്പന ഇതാണ്. അതാണ് ലംഘിക്കുന്നത്. ശരിക്കും ക്രിസ്ത്യാനിറ്റിയുടെ എസൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടു ലവ് ദ ലോർഡ്. അത് പോയാലോ എല്ലാം പോയി. എത്ര വികലമാണ്. ജോലി നല്ലത് കിട്ടും, അതിന് കർത്താവിനെ സേവിക്കാൻ. വിദേശ രാജ്യങ്ങളിൽ ഇപ്പം കർത്താവിനെ എന്തോ ഇത്. ലവ് ഫോർ ക്രൈസ്റ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ്. പക്ഷെ ഇവർക്ക് പറ്റിയത് ഈ ശക്തമായുള്ള പ്രവർത്തനത്തിൻ്റെ ആവേശം, അതുപോലെ ഉപദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ തീഷ്ണത, ഇത് മുഴുവനും കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള ആ ജെനുവിൻ ലവിനെ റീപ്ലേസ് ചെയ്തു. ചെയ്യുന്നത് മുഴുവനും ഇപ്പം സ്നേഹത്തിലല്ല, ചടങ്ങായി, യാന്ത്രികമായി ചെയ്യുന്ന കറക്റ്റാണോ? ആണ്. ഇത് വലിയ അപകടമാണ്, ഭയങ്കര അപകടമാണ്. തൽക്കാലം ഞാനിതിവിടെ നിർത്താം. പക്ഷെ എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾ ഇതൊന്ന് വായിച്ച് നിങ്ങൾ ഇതൊന്ന് ധ്യാനിക്കണം. 1 കൊരിന്ത്യർ 16:22 കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും എന്ന് പറഞ്ഞാൽ ഹീസ് നോട്ട് എ ക്രിസ്ത്യൻ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ എന്തുവാണ് ക്രിസ്ത്യാനി? എഫേസ്യ ലേഖനം 6:24 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അപ്പൊ ജെനുവിൻ ക്രിസ്ത്യൻ ആണോ, റിയൽ ക്രിസ്ത്യൻ ആണോ, ട്രൂ ക്രിസ്ത്യൻ ആണോ, he will love our Lord with all his heart. ഇതിൽ നിന്നാണ് പരസ്പരമുള്ള സ്നേഹം.
ആ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. ഈ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞെന്നൊരു വാക്കാ. വിട്ട് കളഞ്ഞുള്ളത് ഭയങ്കര വാക്കാ. അയ്യോ പക്ഷേ അതുകൂടെ പറ അടുത്ത ആഴ്ചയിൽ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ക്രിസ്തുവിനോട് ദൈവത്തോടുള്ള സ്നേഹവും സഹോദരനോടുള്ള സ്നേഹവും. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ, ഉറക്കെ പറ. പക്ഷെ അത് സ്ത്രീലിംഗമല്ല. അപ്പൊ സഹോദരിമാരെങ്ങനെ കള്ളി? താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അതെന്താണ്? ദൈവത്തോടുള്ള ആ സ്നേഹം. അതിനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. രക്ഷിക്കപ്പെട്ട അന്നത്തെ ആവേശം പോയി. ഈ ചർച്ചിനൊരു ആരംഭമുണ്ട്. ആരംഭത്തിലുണ്ടായിരുന്ന പോയില്ലേ? അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു പരസ്പരമുള്ള സ്നേഹം. എൻ്റെ പ്രിയരെ, പണ്ടത്തെ ഭയങ്കര സംഭവമായിരുന്നു. പോയോ? ഇത് നമ്മളോടുള്ള ദൂതാണോ? എനിക്കൊരു സംശയവുമില്ല. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അവരെ രക്ഷയിലേക്ക് നടത്തുവാനുള്ള ആവേശം, അതും ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെയാ? നമ്മുടെ ചർച്ചിന്റെ കുറെ ഔട്ട്റീച്ച് ഉണ്ട്. ട്രാക്ട് നിന്ന് നിന്റെ രക്തം സംബന്ധിച്ച് ഞാൻ ഇനിയും കുറ്റക്കാരനല്ല, വേണേ വായി. എല്ലാം മെക്കാനിക്കലായി. സോദരൻ അല്ല, ട്രാക്ട് ഒന്നും കൊടുക്കുക. പിന്നെ വീട്ടിൽ മാത്രം നിങ്ങൾക്കറിയത്തില്ല എന്താ സംഭവം ഒന്ന്. ട്രാക്ട് അച്ചടിച്ച് ട്രാക്ട് അത്. ഓ ഉണ്ടോ അത്? പിന്നെ സ്തോത്രം, ഹല്ലേലൂയ. പണ്ട് ഹോസ്പിറ്റലിൽ വിസിറ്റ് ഓർക്കുന്നോ? ഹോസ്പിറ്റലുകാർ പുറത്താക്കി, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതല്ലോ. ഇപ്പോഴോ? ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിനെ സഹായിക്കുന്നുണ്ട്. അത് വേറെ. കണ്ടോ കാര്യങ്ങൾ? ആദ്യ സ്നേഹം ഉണ്ടോ? സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. പാസ്റ്ററെ 5-10 വർഷമൊക്കെ ആയി, ഇറങ്ങിയപ്പോഴത്തെ ചൂടിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് പറയാൻ തൻ്റെ ഉള്ളവൻ പറ. ഏതായാലും കടപ്പുറ ന്യൂ ലൈഫുകാർ സത്യം പറഞ്ഞു. മതി. ഇതിനൊരു പോംവഴിയുണ്ട്. എന്താണെന്നറിയാമോ? അടുത്ത ആഴ്ച ചിന്തിക്കാം. നമ്പർ 1, റിമെമ്പർ. നമ്പർ 2, റിപ്പന്റ്. നമ്പർ 3, ഡു ദ വർക്ക്സ് ദാറ്റ് യു ഡിഡ് ഫസ്റ്റ്. അതൊന്ന് വായിക്കാം മോളെ. 5-ാം വാക്യം വായിച്ചിട്ട് വി വിൽ ക്ലോസ്. ഇതെല്ലാവരും പാടണം. മാനസാന്തരപ്പെടണം. ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഇത് ഒരു ദൂത് പറഞ്ഞേച്ച് കർത്താവ് നിന്റെ നിലവിളക്കുകളെ മാറ്റുമെന്ന് പറഞ്ഞേച്ച് കർത്താവ് അങ്ങ് പോവുകയല്ല. പരിഹാരമുണ്ട്. ദൈവത്തിൻ്റെ ദൂത് നമ്മളെ പറഞ്ഞേച്ചങ്ങ് പോ. നോ. ഇതാണ് ദൈവസ്നേഹം. എടാ മോനെ, ഒരു പോരായ്മ നിനക്കുണ്ട്. നീ മടങ്ങി വാ. ഒന്ന് വായിച്ച മോളെ 5-ാം വാക്യം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു? അപ്പൊ വീഴ്ച സംഭവിച്ചു. ഒരു വലിയ കൊടുമുടിയിൽ നിന്ന് നമ്മൾ വീണു പ്രിയരെ. അത് നമ്മൾക്ക് തിരിച്ചറിയണം. ഐ ഹാവ് ഫോളൻ. പക്ഷേ പണ്ടത്തേലും എൻ്റെ കാറ് വലുതാ. എൻ്റെ വീട് ഒരു നിലയൂടെ കയറി. അയ്യോ, ഞാൻ ധരിച്ചത് അതൊക്കെ കർത്താവിൻ്റെ അനുഗ്രഹമാണ്. യു ഹാവ് ഫോളൻ. നമ്മൾ വീണു. ഏതിൽ നിന്ന് വീണു എന്ന് ഓർക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ. ഓർത്തുകൊണ്ടിരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉച്ചകോടിയിൽ നിന്ന കാര്യം ഓർക്കണം. നമ്മുടെ ആവേശം ഓർക്കണം. എന്നിട്ട് നമ്മൾ വീഴാനുണ്ടായ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഓർക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. കീപ് ഓൺ റിമെമ്പറിങ്. എന്നിട്ട് മാനസാന്തരപ്പെട്ട് റിപ്പന്റ് എന്ന് പറഞ്ഞാൽ ടേൺ, തിരിയണം. ഇന്ന് തിരിയണം. റിമെമ്പർ, റിപ്പന്റ്, മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അയ്യോ, അതെന്തുവാ? ബാക്ക് ടു ദ ബൈബിൾ റീഡിംഗ്, ബാക്ക് ടു ദ പ്രയർ റൂം, ബാക്ക് ടു ലവിങ് ദ ലോസ്റ്റ്, ബാക്ക് ടു ദി ഓൾഡ് സെൽഫ്. വീടുകൾ സന്ദർശിക്കുക,
ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ, എവറി ബാക്ക് ടു ദി ഓൾഡ്. ഏതിൽ നിന്ന് വീണുപോയി എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലെങ്കിലോ, അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കണം. അല്ലെങ്കിലോ ഞാൻ വരികയും, ഞാൻ വരിക എന്ന് പറഞ്ഞാൽ രണ്ടാം വരവന്റെ കാര്യം അല്ല കേട്ടോ. നോ 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 നോ, ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ, ഇന്ന് ഓർത്തോണം അത്, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. പിന്നെ നീ ഒരു സഭയായിട്ട് നിന്നിട്ട് കാര്യമില്ല, കോഴിപ്പുറത്ത് ഒരു വിശ്വാസിയായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഇത് മനസ്സിലാകാനുണ്ടല്ലോ. ഇഖാബോത്ത്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. He will shut it down. That's a serious warning. I want to repent of my sin. പ്രിയരെ, ഒരു ചുവടല്ലാതെ എടുക്കരുത്. തയ്യാറാണോ അതിന്? തയ്യാറാണോ? ലോർഡ് ഗിവ് us grace. അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണം. പണ്ടത്തെ പോലെ ഞങ്ങൾ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ താക്കീത് തന്നതിനായി സ്തോത്രം പറയണം. Let it cleanse us. Let it cleanse us. ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.